ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. അനേന ഭോജന്മ സഹസ്രകോടിഭി കൃതേഷു പാപേഷ്വപി നിഷ്കൃതി കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ പാർഷദന്മാർ പറയുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിലും പറയുന്നത്. ഇത് നമുക്കുള്ള ഒരു ഉപദേശം കൂടിയാണ്. എന്താ പറയുന്നത്? അനേന ഭോ ജന്മസഹസ്രകോടിഭി. അനേന എന്ന് പറഞ്ഞാൽ ധാരാളം. ഭോ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ആ യമപാർഷദന്മാരെ വിളിക്കുകയാണ്. അല്ലയോ യമദൂതന്മാരെ, യമകിങ്കരന്മാരെ, ജന്മസഹസ്രകോടിഭി. സഹസ്രകോടിഭി, സഹസ്രം ആയിരം, 1000 കോടി ജന്മങ്ങളിൽ കൃതേഷു പാപേഷ്വപി, കൃതേഷു ചെയ്തു പോയ, പാപേഷ്വപി പാപേഷു അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പാപേഷു അപി. പാപേഷു പാപങ്ങൾക്കും, നിഷ്കൃതി കൃത, നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം കൃത ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഈ അജാമിളൻ. എന്തേ ചെയ്തുള്ളൂ? നാരായണ എന്ന് വിളിച്ചതേയുള്ളൂ. ആ നാമത്തിൻ്റെ മഹത്വം നോക്കൂ. ഇവിടെ പറയാ 1000 കോടി ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ പോലും ഇല്ലാതെയായിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. അവൻ അതിനുള്ള, ഈ അജാമിളൻ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ യമകിങ്കരന്മാരെ, യദഗ്രഹീ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ. യത് അഗ്രഹീത നാമ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യദഗ്രഹീനാമ. യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാൽ, അഗ്രഹീത എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഭഗവാന്റെ നാമം, ആ ഹരിനാമം തന്നെ ഉച്ചരിച്ചിരിക്കുന്നു. നാമ എന്ന് പറഞ്ഞാൽ ആ നാമം. അപ്പോൾ ഭഗവാന്റെ തന്നെ നാമം ഇവൻ ഈ അജാമിളൻ ഉച്ചരിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഭയാകുലനായിട്ടാവാം. യമകിങ്കരന്മാരെ കണ്ടിട്ട് ഭയന്നിട്ടാണെങ്കിൽ പോലും നാവിൽ വന്നത് ആ ഭഗവാന്റെ ഹരിയുടെ നാമമാണ്. അതുകൊണ്ട് ഈ 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും ഇല്ലാതെയായിരിക്കുന്നു ആ ഒരൊറ്റ നാമം കൊണ്ട് തന്നെ. ഇതി പ്രഭോ, ഇതി എന്ന് പറഞ്ഞാൽ ഭയാകുലോ ഹരേരിതി പ്രഭോ. ഹരേ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ, ഹരിയുടെ, ശ്രീഹരി ഭഗവാന്റെ നാമമാണ് ഇവിടെ ഈ അജാമിളൻ്റെ നാവിൽ വന്നത്. അതുകൊണ്ട് ഇതി പ്രഭോ, ഇതി ഇപ്രകാരം പ്രഭോ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വത്പുരുഷാബഭാഷിരേ, അങ്ങയുടെ പാർഷദന്മാർ ബഭാഷിരെ പറഞ്ഞു യമകിങ്കരന്മാരോട്. നോക്കൂ, 1000 കോടി ജന്മങ്ങളിലെ പാപങ്ങൾ പോലും ഇല്ലാതെയാകാൻ നാരായണ എന്ന 4 അക്ഷരത്തിന് കഴിയുമെങ്കിൽ നോക്കൂ ആ നാമത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് കാണാം. വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് ഭഗവാൻ തന്നെ അവിടെ പറയുന്നുണ്ടല്ലേ, ആർത്ത വിഷണ്ണ ശിഥിലാശ്ച ഭീത ഘോരേഷു ച വ്യാധിഷു വർത്തമാന സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തി. എന്താ ഭഗവാൻ തന്നെ എന്താ പറയുന്നത്? ആ നാരായണ എന്ന 4 അക്ഷരത്തിൻ്റെ മഹത്വം പറയുകയാണ്. ആർത്തന്മാരായിട്ടുള്ളത്, ദുഃഖിതന്മാരായിട്ടുള്ളവർ, ഈ സംസാരസാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ, വളരെ ഗുരുതരമായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ എന്ന് വേണ്ട ഏത് തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിലും ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴറുന്നവർക്കൊക്കെയും എന്തേ വേണ്ടു? സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം. ആ നാരായണൻ്റെ ശബ്ദത്തെ, ആ നാമത്തെ ഒന്ന് സങ്കീർത്തനം ചെയ്യുന്നതിലൂടെ തന്നെ വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തി, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തി നേടി സുഖത്തെ നേടാൻ കഴിയുന്നു. ഇവിടെ ഭഗവാൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ആ 4 അക്ഷരത്തിൻ്റെ മഹത്വം. അങ്ങനെ ആ നാമം ജപിക്കുകയേ വേണ്ടൂ. ഭഗവാനെ, അവിടുത്തെ ഭക്തരെ
ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ കരകയറ്റും, അഥവാ സുഖത്തെ നൽകുമെന്ന് പറയുന്നു. അപ്പോൾ ആ 4 അക്ഷരം നമ്മുടെ വായിൽ വരണമെങ്കിലാകട്ടെ അതിനും ഒരു സുഹൃതമുണ്ടാവണം. പൂർവ്വജന്മ കർമ്മ സുഹൃതങ്ങളുടെ ഒരു ബലം നമ്മളോടൊപ്പം ഉണ്ടാകണം. ഇവിടെ അജാമിളൻ്റെ പൂർവ്വവൃത്താന്തം അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ആ ബ്രാഹ്മണ ധർമ്മം ശരിയായ രീതിയിൽ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ച് ജീവിച്ച വ്യക്തിയാണ്. ധർമ്മിഷ്ഠനായിരുന്നു. ഗൃഹസ്ഥനായിരുന്നിട്ട് പോലും പലപ്പോഴും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ഈശ്വരീയമായ കർമ്മങ്ങളിൽ നിന്നൊക്കെ വിട്ട് ആ ഒരു ലൗകികമായ വിഷയങ്ങളിൽ രമിച്ച് ഭൗതികമായ ആഗ്രഹങ്ങളുടെ പിന്നാലെ പായുകയും അതിൽ നിന്ന് സുഖദുഃഖങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഉഴറുന്ന മനുഷ്യൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെയുള്ളവയിൽ നിന്നുമൊക്കെ വിട്ടു നിന്നുകൊണ്ട്, എന്നാൽ ഗാർഹസ്ഥ്യനായി ഇരിക്കുമ്പോഴും ഭഗവാനെ അവിടുത്തെക്കുറിച്ചുള്ള വിചാരം അജാമിളനിൽ നിന്നും വിട്ടുപോയിരുന്നില്ല. ആ ധർമ്മത്തെ വേണ്ട വിധത്തിൽ തന്നെ അനുഷ്ഠിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ താൻ ചെയ്ത അന്നത്തെ കർമ്മങ്ങളുടെയൊക്കെ ബലം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് അവസാനം തൻ്റെ ആ അജാമിളൻ്റെ നാവിൽ നാരായണ എന്ന 4 അക്ഷരം തുളുമ്പി വന്നു. ആ 4 അക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു കോടിക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും ഇല്ലാതെയാവുന്നു. നമുക്ക് എത്രയൊക്കെ സങ്കടത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴും ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് ഒരു 10 നിമിഷം ഭഗവാനെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് ഇഷ്ടമുള്ള നാമം ജപിച്ചോളൂ. അത് നാരായണ എന്നാവാം, ഇല്ല ഗോവിന്ദ എന്നാവാം. ഏത് നാമം വിളിച്ചാലും ചൈതന്യം ഒന്ന് തന്നെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തത. അതെന്തിനാണ് അപ്പോൾ ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ വരുന്നത്? എവിടെ ഇരുന്ന് ജപിച്ചുകൂടെ എന്നാണെങ്കിൽ ജപിക്കാം. പക്ഷേ നമ്മളൊക്കെ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു നിർഗുണ സ്വരൂപത്തെ, ഒരു അശരീര തത്വത്തെ നമുക്ക് അതിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു രൂപം മുന്നിലുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഭഗവാനോട് ഒരു കോൺവെർസേഷൻ, ഒരു സംസാരമാണ്. ഭഗവാനോടിരുന്ന് നമ്മൾ വർത്തമാനം പറയുന്ന പോലെ ഒരു സംവാദം നടത്തുന്നത് പോലെയാണ് നമുക്കപ്പോൾ തോന്നുക, അല്ലേ? ആ ഭഗവാന്റെ ചിരിയിലോ പകുതി നമ്മുടെ സങ്കടങ്ങൾ അലിഞ്ഞു പോകുന്നു. പിന്നെയോ ഭഗവാനോട് അല്പനേരം സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശക്തി എവിടെയോ നിന്ന് വരുന്നത് കാണാം. ഇത് സജ്ജനങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇത് വലിയൊരു സത്യമാണ്. നമുക്ക് എപ്പോഴൊക്കെ നമ്മളൊരു സങ്കടക്കടലിൽ പെട്ടു നിൽക്കുന്നു, നമുക്ക് മറ്റ് ഒരു തരത്തിലും ഒരു കരകയറാൻ ഒരു മാർഗം കാണാതെ ഇരിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ ആരോടെങ്കിലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളിൽ, അങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ ആരോരുമില്ലാത്ത ഒരിടത്തിരുന്ന്, ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ആളുകൾ ഏറെയുണ്ട്, നമുക്ക് ഇപ്പം ബ്രാഹ്മമുഹൂർത്തത്തിൽ എല്ലാവരും എഴുന്നേൽക്കില്ലെങ്കിൽ അപ്പോഴാകാം, ഇല്ല രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അതിന് ശേഷമാകാം, ഇല്ല എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടുന്നത്, നിങ്ങളുടേതായ ഒരു സ്വകാര്യത, ഭഗവാനോട് നേരിട്ട് സംസാരിക്കുവാൻ ഒരു അവസരം കിട്ടുന്നത്, ഭഗവാന്റെ ചിത്രം എടുത്ത് കയ്യിൽ പിടിച്ച് ഒരു 10 നിമിഷം ഒന്ന് ഭഗവാനോടൊന്ന് സംസാരിച്ച് നോക്കൂ. മനസ്സുകൊണ്ട് മതി, വായിലൂടെ ശബ്ദം പുറത്തു വരണമെന്നില്ല. കാരണം പലരും വീട്ടിലുണ്ടെങ്കിൽ അവർ കേൾക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരു ഭീതി നമ്മുടെ ഉള്ളിലുണ്ടാവാം. നമ്മുടെ ദുഃഖങ്ങൾ അവരോട് പറയാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ആ വിങ്ങലുണ്ടാവുന്ന ഉള്ളിൽ. അപ്പോൾ ആ ഒരു വിങ്ങൽ മാറ്റാൻ, അല്ല പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ബോംബ് പോലെയാവും അപ്പോൾ നമ്മുടെ മനസ്സ്, അല്ലെ? അങ്ങനെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് നമുക്ക് തോന്നും. ആ സമയത്ത് ഭഗവാന്റെ ചിത്രം കയ്യിലെടുത്ത് പിടിച്ച്, മറ്റാരും വേണ്ട, എല്ലാവരുടെയും അസാന്നിധ്യത്തിൽ നമ്മളും ഭഗവാനും മാത്രമുള്ള ഒരു 10 നിമിഷം ഓരോ ദിവസവും ചിലവഴിച്ചു നോക്കൂ. ആ പാദങ്ങൾ നമുക്ക് തരുന്ന ഒരു ശക്തി, ആ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഭഗവാൻ പറയാതെ നമ്മളോട് പറഞ്ഞു തരുന്ന നിമിഷങ്ങൾ, നമ്മളറിയാതെ നമ്മൾ ഏതൊരു പതനത്തിലാണോ കിടന്നിരുന്നത് അവിടെ നിന്ന് നമ്മളറിയാതെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഗ്രഹം, ഒരു അനുഭവം, ഭഗവാന്റെ അതിയായ കാരുണ്യം നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇതൊരു വലിയൊരു സത്യമാണ്. ഇവിടെ അജാമിളന്
എല്ലാവരോടുമുള്ള ബന്ധം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. ആകെയുള്ളത് നാരായണൻ എന്ന പുത്രനോടുള്ള ഒരു താല്പര്യം മാത്രം. അത് പുത്രൻ എന്നതിനേക്കാളേറെ, ആ പുത്രവാത്സല്യം എന്നതിനേക്കാളേറെ നാരായണൻ എന്ന ശബ്ദത്തിനോടുള്ള ഒരു താല്പര്യമായിരുന്നു. ആ താല്പര്യത്തിലൂടെ അജാമിളൻ ഭഗവാനെ തന്നെയായിരുന്നു ഓരോ നാമോച്ചാരണത്തിലൂടെയും ഉപാസിച്ചു കൊണ്ടിരുന്നത്. ഭഗവാൻ കൈവിടില്ല, ഉറപ്പാണ്. നമ്മൾ പക്ഷെ അതുപോലെ ഭഗവാനോട് അടുക്കുവാൻ നമുക്ക് കഴിയണം. ഭഗവാൻ നമ്മളോട് അടുത്തു വരാൻ തയ്യാറായി നിൽക്കുകയാണ് ഏത് നിമിഷവും. പക്ഷേ നമ്മളാകട്ടെ ഭഗവാനിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കഴിവിൽ നമുക്കുള്ള ഒരു അമിതമായ വിശ്വാസമോ അഹങ്കാരമോ എന്തൊക്കെയോ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. നമുക്ക് നേരിടാൻ കഴിയും. നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ പലതും നേടുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ എത്തിയത് തുടങ്ങിയ ഒരു വല്ലാത്തൊരു അഹംബോധം നമ്മളെ മഥിക്കുന്നുണ്ട്. ആ അഹംബോധം വിട്ട് ഭഗവാനെ, നീയാണ് ഇവിടം വരെ ഞങ്ങളെ കൊണ്ടുവന്നത്, അല്ലയോ ഭഗവാനെ, ഇനിയും അവിടുത്തെ ലീലകൾ നടക്കട്ടെ, അവിടുത്തെ സങ്കല്പം നടക്കട്ടെ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് ചേർത്ത് വെക്കുകയായി. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയാതെ പറയും നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നത് നമുക്ക് കേൾക്കാം. അതിന് നമ്മളൊന്ന് ഭഗവാനോട് അടുക്കുകയേ വേണ്ടൂ. ഒരു സങ്കടങ്ങളും ഒരു ദുർഘടങ്ങളും ജീവിതത്തിലെ നമ്മളെ തളർത്തുകയില്ല. ആ ഭഗവാനിലേക്ക് സർവവും സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഭഗവാൻ പിന്നെ നമ്മളെ ഏറ്റെടുക്കുകയായി. ഭക്തപ്രഹ്ലാദൻ അങ്ങനെയായിരുന്നു. ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, എത്രയോ ചെറിയ പ്രായത്തിലെ. പക്ഷെ ഒന്നും ഭക്തപ്രഹ്ലാദനെ തളർത്തിയില്ല. അങ്ങോട്ട് ഏൽപ്പിച്ചു, നാരായണ, ഇതും അവിടുത്തെ സങ്കല്പം, അവിടുത്തെ ലീല, അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഭഗവാൻ അങ്ങോട്ട് ഏറ്റെടുക്കുകയായിരുന്നു ഭക്തപ്രഹ്ലാദനെ തൻ്റെ കൈകളിലേക്ക്. ഏതൊക്കെ ദുർഘടങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നപ്പോഴും കൈവിട്ടില്ല ഭഗവാൻ. ആ തൃക്കൈകൾക്കുള്ളിൽ പ്രഹ്ലാദൻ സുരക്ഷിതനായിരുന്നു എന്നും എപ്പോഴും. ആ കൈകളിൽ നിന്നും ദൂരെ മാറിപ്പോയ ഹിരണ്യകശിപുവിനാവട്ടെ പണവും പ്രതാപവും ഭരണവും രാജ്യവും ചക്രവർത്തി പദവും എല്ലാം ഉണ്ടായിട്ടും ഭഗവാൻ കൈവിട്ടു ഒരു നിമിഷം. പക്ഷേ ഒരു നിമിഷം പോലും കൈവിടാതെ കൊണ്ടു നടന്നു പ്രഹ്ലാദനെ. സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ആ ഘോരമായ ഉഗ്രമായ നരസിംഹമൂർത്തി സ്വരൂപത്തെ കണ്ട് ഭയന്ന് മാറി നിന്നപ്പോൾ, അടുക്കാൻ ഭയപ്പെട്ടപ്പോൾ ഭക്തപ്രഹ്ലാദന് ഒരു ഭയവും തോന്നിയില്ല. കാരണം എപ്പോഴും തൻ്റെ ഉള്ളിൽ താൻ ചേർത്ത് വച്ചിരിക്കുന്ന ആ രൂപത്തിൻ്റെ മറ്റൊരു ലീലയാണ് ഇപ്പോൾ താൻ തൻ്റെ മുൻപിൽ കാണുന്നതെന്ന് പ്രഹ്ലാദന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ധൈര്യമായിട്ട് നടന്ന് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭാര്യയെടുത്ത് മടിയിലിരുത്തി ഭഗവാനെ നമസ്കരിച്ചതും ആ രണ്ട് കൈകൾ കൊണ്ട് ഭാര്യയെടുത്ത് ആ നരസിംഹമൂർത്തി ഭക്തപ്രഹ്ലാദനെ അങ്ങോട്ട് തൻ്റെ മടിയിലിരുത്തി ഒന്ന് തഴുകി, ഒന്ന് തലോടി. ഇതിൽ കൂടുതൽ എന്താണ് നമുക്കും വേണ്ടത്? ഭഗവാന്റെ ഒരു തലോടൽ, ഭഗവാന്റെ ഒരു കരുണാകടാക്ഷം, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഭഗവാനോട് നമ്മളൊന്ന് അടുക്കുവാൻ നമ്മളൊന്ന് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഒരല്പം ഭഗവാന്റെ കഥകൾ, ലീലകൾ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരല്പം വികാരാധീനയായിപ്പോയി. അതുകൊണ്ടാണ് ഒരല്പം നേരം ഒന്ന് മൗനം പാലിച്ചത്. നരസിംഹമൂർത്തിയുടെ അവതാരം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം 24ഉം 25ഉം ദശകങ്ങളിലായിട്ടാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ നരസിംഹാവതാരം വർണ്ണിക്കുന്നത്. ആ നരസിംഹാവതാരം വർണ്ണിച്ച് 24ാമത്തെ ദശകം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ ആ ഒരു അവതാരത്തിൻ്റെ കഥകൾ പറഞ്ഞു വരുമ്പോൾ ആ ഹിരണ്യകശിപു സ്തംഭത്തിലേക്ക് തൻ്റെ വാളെടുത്ത് വെട്ടുന്നത് ഒക്കെ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ മുൻപിൽ ഭഗവാൻ ആ രൂപത്തെ കാണിച്ചു കൊടുത്തതായി ആചാര്യന്മാർ പറയാറുണ്ട്. കാരണം ഇത്ര ശാന്തസ്വരൂപനായിട്ടുള്ള
ഭഗവാനെ അവിടത്തേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉഗ്രരൂപം എടുക്കുവാൻ കഴിയുന്നത്? എനിക്കത് സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് ഭഗവാനോട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ആ രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആ രൂപം കണ്ട ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവിടം വരെ എഴുതി കഴിഞ്ഞപ്പോൾ 24ാമത്തെ ദശകത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നഹി വദിതും ഈശോസ്മി സഹസ. ഇപ്പോൾ എനിക്കിനി ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഭഗവാന്റെ ആ ഒരു ഉഗ്രസ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ ഒന്നും പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 24ാമത്തെ ദശകം അവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നിർത്തുന്നത്. ഇവിടെയും അതുപോലെ ഭഗവാന്റെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ആ ഒരു ലീലാവിലാസം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ഞാനും ഒരല്പം വികാരാധീനയായിപ്പോയി. നമുക്ക് 8ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അനേന ഭോജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതിഃ കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജന്മസഹസ്രകോടിഭിഃ, ഇവിടെ വിസർഗമുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ പാപേഷു അപി, പാപേഷു അപിയാണ്, അപ്പോൾ ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. അതുപോലെ നിഷ്കൃതി, അവിടെ ഒരു വിസർഗമുണ്ട്. പിന്നെ അടുത്ത യത് അഗ്രഹീനാമ, ദായ്ക്ക് അകാരം കൊടുക്കണം. യത് അഗ്രഹീതാണ്, യത് അഗ്രഹീനാമ. അതേപോലെ ഹരേരിതി, അവിടെ അത് കഴിയുന്ന ചേർത്ത് തന്നെ എടുക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. നൃണാമ ബുദ്ധ്യാപി മുകുന്ദ കീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേഥാംസി യഥൗഷധം ഗദാനിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഇനി ബാക്കി ഭഗവാന്റെ പാർഷദന്മാർ പറഞ്ഞു കൊടുക്കുകയാണ് ആ യമകിങ്കരന്മാർക്ക്. എന്താ? നൃണാമബുദ്ധ്യാപി, നൃണാം അബുദ്ധ്യ അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നൃണാമബുദ്ധ്യാപി. നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ, അബുദ്ധ്യ എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അപി എങ്കിലും, അങ്ങനെ ബുദ്ധിശൂന്യത കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ്, ഓർക്കാപ്പുറത്താണെങ്കിലും നമ്മളൊന്നും വേണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിൽ പോലും മുകുന്ദ കീർത്തനം, ഭഗവാന്റെ ആ നാമസങ്കീർത്തനം ചെയ്താൽ ദഹത്യഖൗഖാൻ, ദഹതി അഖൗഖാൻ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദഹത്യഖൗഖാൻ. ദഹതി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്നു, അഖൗഖാൻ, അഖം എന്ന് പറഞ്ഞാൽ പാപം, ഓഖം എന്നാൽ ഒഴുക്ക് അല്ലെങ്കിൽ സമൂഹം. അപ്പോൾ ആ പാപസമൂഹത്തെ, പാപത്തിൻ്റെ ആ ഒഴുക്കിനെ അത് ദഹിപ്പിക്കുന്നു. അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ ഒരു പക്ഷേ നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു കർമ്മം ചെയ്താലും, ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ പോലും അത് നമ്മുടെ പാപത്തിൻ്റെ സമൂഹത്തെ, ആ കൂട്ടത്തെ, ആ ഒഴുക്കിനെ അങ്ങോട്ട് ദഹിപ്പിക്കുന്നു. മഹിമാസ്യ താദൃശ, മഹിമ അസ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മഹിമാസ്യ. അസ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഹിമ, ആ മഹിമ, ആ നാമോച്ചാരണത്തിൻ്റെ മഹിമ, താദൃശ എന്ന് പറഞ്ഞാൽ അപ്രകാരം. അപ്പോൾ എപ്രകാരമാണെന്ന് വെച്ചാൽ യഥാഗ്നിരേഥാംസി യഥൗഷധം ഗദാനിതി പ്രഭോ. യഥാഗ്നിരേഥാംസി, യഥ എപ്രകാരമാണോ, അഗ്നി ഏഥാംസി, അഗ്നി തീയ, ഏഥാംസി വിറകിൻ്റെ ഒരു കൂട്ടത്തെ ദഹിപ്പിക്കുന്നത്. നമുക്ക് ഒരു വലിയൊരു കൂട്ടം വിറകിട്ടിട്ട് അഗ്നിയുടെ ഒരു ചെറിയൊരു തിരി അങ്ങോട്ട് കത്തിച്ചു വെച്ചാൽ മതിയാവും അത്രയും വിറകിനെയും ഇല്ലാതെയാക്കാൻ, അല്ലേ? ഒരുപാട് തീ 4 വശത്തു നിന്നും ഇട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയ തിരി കത്തിച്ചു വെച്ചാലും എപ്രകാരമാണോ വലിയൊരു കൂട്ടം വിറകിനെ
നശിപ്പിക്കുന്നത്. അപ്രകാരം ഒരു തവണയെങ്കിലും ഓർക്കാപ്പുറത്താണെങ്കിലും നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമത്തെ ജപിക്കുവാൻ കഴിഞ്ഞാൽ അത് ഒരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു പാപസമൂഹത്തെ തന്നെ അത് ദഹിപ്പിച്ചു കളയുന്നു. എപ്രകാരം വിറകിനെ ദഹിപ്പിക്കാൻ ചെറിയൊരു അഗ്നി മതിയാകുമോ, അതേപോലെ യഥൗഷധം ഗദാൻ, യഥാ ഔഷധം ഗദാന, യഥാ എപ്രകാരമാണോ ഔഷധം മരുന്ന്, ഗദാൻ എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ ദഹിപ്പിക്കുന്നത്. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ആ മരുന്നിൻ്റെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണെന്നോ അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നോ അത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമ്മുടെ ഓരോ കോശങ്ങളിലും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഈ മരുന്നാണോ നല്ലത്, ഇതിനേക്കാൾ വേറെ മരുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെ അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നും നമുക്കത് അറിയണമെന്നില്ല. അത് പഠിച്ച ഡോക്ടർമാർ നമുക്കൊരു മരുന്ന് കുറിക്കുമ്പോൾ ആ മരുന്ന് വാങ്ങി നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ആ മരുന്നിൻ്റെ യാതൊരു കാര്യവും അറിയാതെ ആണെങ്കിൽ പോലും എപ്രകാരമാണോ നമ്മുടെ രോഗസമൂഹങ്ങളെ ഇല്ലാതെയാക്കുന്നത്, ഇപ്രകാരം ജ്ഞാനികൾ പറഞ്ഞു വെച്ചിരിക്കുന്നു ആ നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വം. ആ നാമത്തെ അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ ജപിച്ചാൽ, നാമസങ്കീർത്തനം നടത്തിയാൽ അത് നമ്മുടെ ആ പാപങ്ങളുടെ കൂട്ടങ്ങളെ തന്നെ ഇല്ലാതെയാക്കുന്നു, പാപസമൂഹത്തെ ഒന്നാകെ അത് ഇല്ലാതെയാക്കുന്നു. എപ്രകാരമാണോ ഒരു ചെറിയ അഗ്നിജ്വാലയ്ക്ക് വലിയൊരു കൂട്ടം വിറകിനെ ഇല്ലാതെയാക്കാൻ കഴിയുന്നത്, എപ്രകാരമാണോ നമ്മൾ കഴിക്കുന്ന ചെറിയൊരു ഗുളികയ്ക്ക് നമ്മുടെ രോഗസമൂഹങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാൻ കഴിയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പനി വന്നാൽ നമുക്ക് അതിനോടനുബന്ധിച്ച് പനിയുണ്ടാവും, ദേഹം വേദനയുണ്ടാകും, തലവേദനയുണ്ടാവും, ഇങ്ങനെ പലതരത്തിലുള്ള രോഗസമൂഹങ്ങളാണത് ഒരു പനി എന്ന് പറയുന്നത്. അതിനെ ഒരു ചെറിയൊരു പാനഡോൾ അല്ലെങ്കിൽ പാരസിറ്റമോൾ ടാബ്ലറ്റ് കൊണ്ട് ഇല്ലാതെയാക്കുന്നത്, അല്ലെ ഒരു ചെറിയൊരു ടാബ്ലറ്റ് മതി. പക്ഷേ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് മരുന്നായി ഭവിക്കുന്നത് പോലെ, അസുഖങ്ങൾ ഇല്ലാതെയാക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ വായിൽ നിന്നും വീഴുന്ന ഒരു ചെറിയ നാമസങ്കീർത്തനം മതി. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ കൃപ കൊണ്ട് എത്രയോ കോടാനുകോടി ജന്മങ്ങളിലെ പാപങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുവാൻ, അതിനെ ദഹിപ്പിച്ചു കളയുന്നു എന്നാണ് പറഞ്ഞത്. അതായത് വീണ്ടും ഒരു തിരിച്ചുവരവില്ല. അതിനെ ദഹിപ്പിച്ചു കളഞ്ഞാൽ അത് ഭസ്മമായി മാറിക്കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ അതിനെ ദഹിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ പാപസമൂഹങ്ങളെ. അങ്ങനെ ഇതിപ്രഭോ ഗദാൻ എന്നാൽ രോഗങ്ങൾ. ഇതിപ്രഭോ ഇപ്രകാരം അല്ലയോ ഗുരുവായൂരപ്പ, ത്വത്പുരുഷാപഭാഷിരേ അങ്ങയുടെ പാർഷദന്മാർ ഇപ്രകാരം പറഞ്ഞു, ഇപ്രകാരം അരുളി ചെയ്തു. ആരോട്? ആ യമകിങ്കരന്മാരോട്. നോക്കൂ, എത്ര വലിയൊരു കാര്യമാണ് ഇത്, നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ ആ അവസാന നിമിഷം ആ നാമം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ, അതുവരെ ഒരു പക്ഷേ നമ്മൾ നാമം ഉച്ചരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ലാഭേച്ഛയ്ക്ക് വേണ്ടിയാകാം. പക്ഷെ ആ അവസാന നിമിഷം, ആ മരണക്കിടക്കയിൽ നമ്മുടെ നാവിൽ ആ നാമം വരണമെങ്കിൽ അതിന് ഈ പൂർവ്വവൃത്താന്തം ഉണ്ടാവണം, ഈ ഒരു പൂർവ്വചരിത്രം ഉണ്ടാവണം നമ്മളോടൊപ്പം. എന്താ? മുന്നേ ആ നാമം ജപിച്ച ഒരു വഴക്കം നമ്മുടെ നാവിനുണ്ടാവണം, സ്മരിച്ച ഒരു വഴക്കം നമ്മുടെ മനസ്സിനുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ ആ ഭഗവത് നാമത്തിനായിക്കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അത് ജപിച്ചുകൊണ്ടേ നടക്കുക. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഭഗവാനെ, എൻ്റെ കണ്ണ, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, ഇല്ല ഇനിയും അവരവർക്ക് ഇഷ്ടമുള്ള നാമം ജപിക്കാം. ഗോവിന്ദ, ദാമോദര, ഏതുമാകാം. ആ ഗോപസ്ത്രീകളൊക്കെ അങ്ങനെയായിരുന്നില്ലേ? എന്ത് ചെയ്താലും അവർ തൈരും പാലും മോരും ഒക്കെ വിൽക്കാൻ നടക്കുമ്പോഴും തൈര് വേണോ എന്നുള്ള ചോദിക്കുക, ദാമോദരനെ വേണോ, ഗോവിന്ദനെ വേണോ, ഇങ്ങനെ അവരുടെ വായിൽ വരുന്നത് അത്രയും ആ കൃഷ്ണനുണ്ണിയുടെ പേരായിരുന്നു, ആ കുറുമ്പൻ്റെ പേരായിരുന്നു. അപ്പോൾ ഏത് നാമവും ആയിക്കോട്ടെ, നമ്മുടെ വായിൽ എപ്പോഴും ആ നാമം ഉണ്ടാവട്ടെ. ഭഗവാൻ കൈവിടില്ല, കൂടെ ഉണ്ടാവും. ഗോപസ്ത്രീകളെ തന്നോട് ചേർത്ത് വെച്ചതുപോലെ ഭഗവാൻ നമ്മളെയും ചേർത്ത് വെക്കും. ഭഗവാൻ ആരെയും കൈവിടില്ല. ഭഗവാനോട് അടുക്കുന്നവരെയൊക്കെ ഭഗവാൻ ഓരോരോ തരത്തിൽ എന്നും രമിപ്പിച്ചിട്ടുണ്ട്, ആനന്ദിപ്പിച്ചിട്ടുണ്ട്. ആ പരമാനന്ദ ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചപ്പോൾ
യശോദാമ്മയെ അനുഗ്രഹിച്ചത്. ആ ബാലലീലകൾ അത്രയും കാട്ടി യശോദാമ്മയെ അനുഗ്രഹിച്ചു. ആ ഗോകുലവാസികളെ ഒന്നാകെ ആനന്ദിപ്പിച്ചു. ദേവകീദേവിയെ ശിശുപാലവധം ഉൾപ്പെടെയുള്ള തൻ്റെ യഥാർത്ഥ സത്വം എന്താണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ദേവകീദേവിയെ ആനന്ദിപ്പിച്ചതുപോലെ അർജുനനെ ആ യുദ്ധഭൂമിയിൽ ഒരു സംരക്ഷണ കവചമായി സംരക്ഷിച്ചതുപോലെ ആനന്ദിപ്പിച്ചതുപോലെ ഭീഷ്മ പിതാമഹൻ എന്താണോ തന്നിൽ നിന്നും ആഗ്രഹിച്ചത്, ആയുധം എടുക്കണമെന്നാഗ്രഹിച്ച ഭീഷ്മ പിതാമഹനെ അതെടുത്തുകൊണ്ട് തന്നെ ആ രൂപം കാണിച്ചു കൊടുത്ത് ആനന്ദിപ്പിച്ചതുപോലെ ഭഗവാനെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭഗവാൻ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ തരത്തിൽ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. നാമം വിളിക്കുകയേ വേണ്ടൂ, ചിത്തത്തോട് ചേർത്ത് വെക്കുകയേ വേണ്ടൂ, ഹൃദയത്തിൽ കുടിയിരുന്ന് ഉറപ്പായിട്ടും ഭഗവാൻ നമ്മളെ ആനന്ദിപ്പിക്കും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൃണാമബുദ്ധ്യാപി മുകുന്ദ കീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേഥാംസി യഥൗഷധം ഗദാനിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൃണാം അബുദ്ധ്യാപിയാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. അതുപോലെ ദഹത്യ അഖൗഖാൻ, ദഹതി അഖൗഖാനാണ്. അഖം പാപം, ഓഖം കൂട്ടം. അപ്പോൾ ദഹത്യ അഖൗഖാൻ, ത്യായ്ക്ക് അകാരം കൊടുക്കുക. പിന്നെ അടുത്തത് താദൃശ, അവിടെ വിസർഗമുണ്ട്. പിന്നെ അടുത്തത് യഥാഗ്നിരേഥാംസി, യഥാഗ്നി അഗ്നി, ഏഥാംസിയാണ്, രായ്ക്ക് ഏകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഗദാനിതി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 10ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.